കുടുംബസംഗമം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ അവൻ ചോദിച്ചു. അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യണം നോക്കിയപ്പോഴാണ് സുബിന് എട്ടുമുറിക്ക് തന്നെ സജിനും മനോഹരനും അവിടെ വന്നത്. അപ്പൊ സുബിൻ എട്ടുമുറിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വർത്താനം പറഞ്ഞിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞ സജിന് എനിക്കിങ്ങനെ പറഞ്ഞ ഒരു ആഗ്രഹമുണ്ട്. എന്നിട്ട് അപ്പാപ്പി ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഞങ്ങളൊരു ആഗ്രഹമുണ്ട്. എന്നിട്ട് ഇവര് 2 ആണും 4 പെണ്ണുങ്ങളുണ്ടോ. അപ്പൊ അവരുടെ മക്കളെല്ലാം കൂടുതൽ എനിക്ക് ഭയങ്കര ആഗ്രഹം. എനിക്കെന്ന് പറഞ്ഞാൽ എന്റെ അപ്പച്ചമാരെ ഭയങ്കര ഇഷ്ടമാണ്. അതുള്ള കാര്യം പറയാം. അവർ അപ്പാപ്പി അട്ടു ഇത് എനിക്ക് സങ്കടം ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കും. ആ ഒരു സങ്കടമുണ്ട്. പിന്നെ പപ്പിച്ചനില്ല, പപ്പിച്ചനും കുടുംബമില്ല, കാര്യമില്ല. അതുകൊണ്ട് അതിന് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കായത്തിൽ ആൻറ്റി ഇങ്ങനെ വിളിച്ചായിരുന്നു. അപ്പോൾ ആൻറ്റിയോട് ഞാൻ പറഞ്ഞു ആൻറ്റി എനിക്ക് ആൻറ്റി വരാത്തിൽ വളരെ സങ്കടമുണ്ട് എനിക്ക്. പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് അനുഗ്രഹിക്കുവാണെങ്കിൽ നമുക്ക് നടത്തുവാണെങ്കിൽ ആൻറ്റി വരണമെന്ന് ഞാൻ യേശു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ അപ്പച്ചമാരുടെ എൻ്റെ അച്ചാച്ചനും അപ്പാപ്പി പിന്നെ ഇവിടത്തെ അപ്പാപ്പി ഇവിടെ കൂടുതൽ ഞാൻ ഇവിടെ വെക്കാൻ ഒരു കാരണോടെ ഉണ്ട് കേട്ടോ. അപ്പാപ്പിക്ക് വരാനുള്ളൊരു സൗകര്യമാണ് ഞാൻ ഏറ്റവും നോക്കിയത്. പഴയ അപ്പാപ്പിക്ക് എനിക്ക് കൂടണമല്ലോ. അതുകൊണ്ട് അപ്പാപ്പി ഒരു സൗകര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എനിക്ക് അപ്പാപ്പിയോട് ഉണ്ട്. അത് അപ്പാപ്പി വിളിച്ചുകൊണ്ട് വരുമൊക്കെ പാടാണ്. അതുകൊണ്ട് അപ്പാപ്പിയോടുള്ള സ്ഥലത്ത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പിന്നെ പപ്പ പിന്നെ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടല്ലോ എല്ലാത്തിനും. നമ്മുടെ ഒരു വൈബാണല്ലോ പപ്പ. പിന്നെ ആരാ പറയാനായിട്ട് അച്ചാച്ചനുണ്ട്. പിന്നെ മലയാളം ഇപ്പം ഫുള്ള് ആക്കാത്ത കാര്യം എന്താ പറയുന്നത്. പക്ഷെ നമുക്ക് ഇത് കഴിയുമ്പോൾ അറിയാം എന്താന്നുള്ളത്. ഇപ്പൊ ആ പറയാനെന്നാ പറയുന്നത്. ഇത് കഴിയുമ്പോൾ എത്ര പേര് പാട്ട് പാടുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആചാരകാരൻ ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ പിള്ളേർ സൈഡും പാടുന്നുണ്ട്. പിന്നെ അതുപോലെ ഡാൻസ് പ്രോഗ്രാം എല്ലാം ഉണ്ട്. എല്ലാവരും സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കണ്ടതില്. എനിക്ക് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അതുപോലെ നമുക്കെല്ലാം വഴക്ക് പിണക്ക് കാര്യങ്ങൾ ഞങ്ങൾ പിള്ളേർക്കൊന്നും കുഴപ്പമില്ലെങ്കിലും നമ്മുടെ മാതാപിതാക്കളൊന്നും ഇതൊക്കെ ഉണ്ട്. അതറിയാമല്ലോ എല്ലാവർക്കും. അതുകൊണ്ട് എനിക്ക് എല്ലാവരും ഒന്ന് കൂടി സഹകരിക്കുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഗ്രൂപ്പ് തന്നെ എന്തെങ്കിലും ആവശ്യം. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് വഴക്ക പൈസകളൊക്കെ ഉണ്ട്. അവർക്ക് വേറെ അത് നിങ്ങളെ ബാധിക്കുന്നില്ല, ഞങ്ങളുടെ മക്കളെ മാത്രം കേട്ടോ. അത് കുട്ടികൾ പറയാം. ഞങ്ങളൊക്കെ അങ്ങോട്ട് വരും. ഞാൻ ഇവന്മാരല്ലേ എൻ്റെ അകത്തുണ്ടല്ലോ. ഞാൻ എല്ലാവരും തുറക്ക് പിടിക്കും. അതല്ലേ അവർ വേറെ വിളിച്ചാൽ ഞങ്ങൾ കേൾക്കും. അത് വേറെ കാര്യം. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ സന്തോഷമായിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് സന്തോഷമായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആന്റിമാരും അപ്പാപ്പി എല്ലാവരും കൂടി വന്ന് കേക്ക് കട്ട് ചെയ്യുക. നമ്മുടെ അടാർ കുടുംബം ഫാമിലി ഗ്രൂപ്പ് ഓരോ അടാർ കുടുംബം ഫാമിലി ഗ്രൂപ്പ് കേക്ക് കട്ടിങ്ങാണ് അടുത്തത്.